എല്ലാവർക്കും. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഒരു സീറോ ഓയിൽ റെസിപ്പിയാണ്. അത് മാത്രമല്ല, നമുക്ക് തീയൊന്നും കത്തിക്കാണ്ട് ഒരു മാങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഒരു കറിയാണ്. ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോറിന് സൂപ്പർ കോമ്പിനേഷൻ ആണ്. പ്രത്യേകിച്ച് നോയമ്പൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന്, അതായത് ഒരു 3 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ വേറൊരു വെർഷൻ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് നല്ല കറിയാണ്. ഇത് നമ്മള് അടുപ്പൊന്നും കത്തിക്കാണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു കറി. അതും ഇപ്പൊ മാങ്ങക്കാലം തുടങ്ങി അല്ലെ. അപ്പൊ മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. ഏത് പച്ചമാങ്ങ വെച്ചിട്ടും ഇത് നമുക്ക് ചെയ്യാം. അപ്പൊ വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി നോയമ്പ് വരുന്ന കാരണം വെജിറ്റേറിയൻ കറികൾ ഒരുപാട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരുമിച്ചൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അതും പറ്റിയ നമ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെയിൻ കമന്റിലും ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഒരു പച്ചമാങ്ങ, അത് മൂവാണ്ടൻ മാങ്ങയാണ്, നമ്മള് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടേക്കണം. ഇപ്പൊ ചോപ്പറൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ മിനിറ്റിന് പരിപാടി കഴിയും. ഇപ്പൊ ചോപ്പർ എന്റെ കേടായി. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടേക്കണം കേട്ടോ. അപ്പൊ മാങ്ങ നമ്മള് തൊലി ചെത്തിയിട്ട് മുറിക്കുന്നതിന് മുമ്പ് കഴുകാം. അത് കഴിഞ്ഞിട്ട് കഴുകേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഒരു ചതഞ്ഞ രീതിയിൽ വേണം നുറുക്കിയിടുക. അതായത് ഞാൻ അവിടെ ചോപ്പർ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അരിഞ്ഞ് നന്നായിട്ട് കുരുകുരുന്നനെ അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ ഇവിടെ എടുത്തിരിക്കണത് നമ്മളൊരു കപ്പ് നാളികേരം എടുത്തിട്ട് അതിലൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിന്റെ ഗ്രേവിയുടെ തിക്നെസ് എത്ര വെള്ളം അനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് സോൾട്ട്. നമ്മള് മിക്സിയിൽ ക്രഷ് ചെയ്യുന്ന ആ ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിടാം, ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിടാം, ചെറുള്ളിയും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇതൊന്നും കഴിഞ്ഞാൽ മിക്സി എടുക്കാനൊക്കെ മടി ഉണ്ടെങ്കിൽ അതും അരിഞ്ഞിടാം, കുഴപ്പമില്ല കേട്ടോ. അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൊത്തം കൈ കൊണ്ട് ഒന്ന് തിരുമ്പി എടുക്കേണ്ടി വരും. ഇതിപ്പോ അതുകൊണ്ടാണ് ഞാൻ ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ ഇതൊന്ന് ഞാൻ ചതച്ചിട്ട് വരാം കേട്ടോ. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇനി നമ്മളെ മാങ്ങയ്ക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും കൂടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ 3/4 ടീസ്പൂൺ സോൾട്ടാണ് കേട്ടോ ഇട്ടേക്കണത്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ അവസാനം ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇതിന് വെളിച്ചെണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മുടെ നാളികേരപ്പാല് ഒന്ന് ഞാൻ കുറച്ചു നേരമായിട്ട് അത് അടിച്ചു വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു 2 കറിവേപ്പിലയും കൂടി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. അപ്പൊ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്വാദാണ്. എന്താന്ന് വെച്ചാൽ ഇത് പച്ചക്കാണല്ലോ ഇരിക്കുന്നത്. നാളികേരപ്പാലില് ഇത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പ്രത്യേക സ്വാദാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, പ്രിപ്പയർ ചെയ്യേണ്ട, കുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. കുക്ക് ചെയ്തിട്ടുള്ള കറി നമ്മള് കടുകൊക്കെ പൊട്ടിച്ചിട്ട് മുൻപ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലത്തെ മാങ്ങക്കറി അത് മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്ന കറിയൊക്കെ തന്നെയാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ കറികൾ ഉണ്ടാക്കുമ്പോ കൂടുതൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊരു നാളികേരപ്പാൽ ഇത്തിരി ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്ത് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ വേറൊരു കറിയില്ല. അത്രയും സിമ്പിൾ ആണ് ഈ കറി. അപ്പൊ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. അപ്പൊ അടുത്താണ് ഇതുപോലെ ഒരു സിമ്പിൾ റെസിപ്പിയുമായി കാണാം. ബൈ.